ഹായ് ഗൈസ്, ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതെ ഗൈസ്, അപ്പൊ ഇന്ന് സാധാരണ എപ്പിസോഡല്ല, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ ഷെഫ് 2.0. നമ്മുടെ ആദ്യത്തേത് വളരെ സക്സസ്ഫുൾ ആയതിനു ശേഷം ഇന്ന് നമ്മൾ വിചാരിച്ചു ഒരു ടൈറ്റൻസ്, ഒരു വലിയൊരു കോമ്പറ്റീഷൻ തന്നെ. പ്രോ ഷെഫ്, ഇവിടെ ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ ടൈറ്റൻസ്, ഹെവി വെയിറ്റ് ചാമ്പ്യൻസ് ആയ രണ്ടുപേരെയാണ് നമ്മൾ കുക്കിംഗ് കോമ്പറ്റീഷൻ ഇറക്കുന്നത്. ശ്രീകാന്തും വിഘ്നേഷും. ഇപ്പൊ ഇവർ രണ്ടുപേരിൽ ആരാണ് പ്രോ ഷെഫ്, ആരാണ് മാസ്റ്റർ ഷെഫ് എന്ന് അറിയാൻ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. നമുക്കും ക്യൂരിയോസിറ്റി. ഇവർക്ക് രണ്ടുപേർക്കും ഇച്ചിരി ഈഗോ ക്ലാഷ് ഒക്കെ ഉള്ള ടീംസ് ആണ്. അപ്പൊ നമ്മളെ പോലെ അല്ല, നമ്മളൊക്കെ വളരെ പാവങ്ങളാണ്. അപ്പൊ ഇന്ന് ആരാണ് കുക്കിംഗ് ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ഇന്നത്തെ കോമ്പറ്റീഷനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെ, ചെറിയ നമ്മൾ കഴിഞ്ഞ പോലെ ഒരു ഇൻഗ്രീഡിയൻസ് ചലഞ്ച് അല്ല ഇത്. നമ്മളൊരു ഡിഷ് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് അവർ തന്നെയാണ് ഇൻഗ്രീഡിയൻസ് പോയി എടുത്തുകൊണ്ട് പോയി അവർ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഡിഷ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ എന്തായാലും ഇതൊരു ബെസ്റ്റ് സാധനമായിരിക്കണം, അത്രേ ഉള്ളൂ നമ്മുടെ ഒരു അഭ്യർത്ഥന. നമ്മൾ ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് എടുത്തിട്ടുണ്ട്. ആ ലിമിറ്റേഷൻസ് വെച്ചിട്ട് അവര് പർച്ചേസ് ചെയ്ത് സെറ്റ് ആക്കും. അതെ. അപ്പൊ ഇനി അവരെയും വിളിച്ചുകൊണ്ട് പോയി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി ഷോപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കോമ്പറ്റീറ്റീവ്സ് ആയ വിഘ്നേഷും മാസ്റ്റർ ഷെഫ് ശ്രീകാന്തും എന്നിവരും മാസ്റ്റർ ഷെഫ് ആണ്, രണ്ടുപേരും എത്തിയിട്ടുണ്ട്. എന്തായാലും അവരുടെ ഡിഷ് എന്താണെന്ന് പറയാം. അതെ, ഇന്നത്തെ മാസ്റ്റർ ഷെഫിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇവരെ കൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മളൊരു ഡിഷ് പറയും, ഇവർക്ക് ഇഷ്ടമുള്ളത് ആ ഡിഷിന് വേണ്ടിയുള്ള ഇഷ്ടമുള്ള രീതിയിൽ ടൈം ലിമിറ്റ്, ഒരു ബഡ്ജറ്റ് ചെറിയൊരു ലിമിറ്റും വെക്കും. അവര് ഇഷ്ടമുള്ളത് അവർക്ക് ചൂസ് ചെയ്യാം. ഡിഷ് പറയണേ, നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ആദ്യം വേണമെങ്കിൽ ടോസ് ഇട്ട് തീരുമാനിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഗൈസ്, ശ്രീകാന്താണ് ആദ്യം പോകുന്നത്. ഉദാര മനസ്കനായ വിഘ്നേഷ് അതിനെ അനുവദിച്ചിട്ടുണ്ട്. ആദ്യം പോണതല്ലേ പാടും. അല്ലല്ല, ഇവന്റെ അടുത്ത് മാറ്റി പറയിക്കും, പിന്നീട് പറയാം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ശ്രീകാന്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് വിഘ്നേഷിന് റെസ്റ്റ് എടുക്കാൻ പറയാം. പോയി എടുത്തിട്ട് കേട്ടിട്ട് പറഞ്ഞത് ചേട്ടാ. ശ്രീകാന്തിന് ഭയങ്കര ഡൗട്ട് ഗൈസ്, അവൻ ഇന്നത്തെ ഡിഷ് സിമ്പിൾ ആണ്, ബിരിയാണിയാണ്. അത് ബെസ്റ്റ് ബിരിയാണി ഓഫ് OSB ആയിരിക്കും. അപ്പൊ ഈ ബിരിയാണി നമുക്ക് ഇഷ്ടമുള്ള ബിരിയാണി ഉണ്ടാക്കാം. അതായത് ഹൈദരാബാദിയോ ചെന്നൈയോ അല്ലെങ്കിൽ മലബാറോ ചിക്കന്റെ എന്ത് വേണം ഉണ്ടാക്കാം. അപ്പൊ ചിക്കൻ നിങ്ങൾ വാങ്ങിച്ചു, ചിക്കൻ നമ്മൾ വാങ്ങിച്ചു. ബാക്കി സാധനം ഞാൻ ബാക്കി സാധനം നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ നിന്റെ മനസ്സിൽ കണ്ട ആ സാധനം ഇവിടെ ഉണ്ടാക്കി തരണം. അപ്പൊ ശ്രീകാന്ത് സാധനം എടുക്കാൻ പോവുകയാണ്. ഇതിന്റെ ബഡ്ജറ്റ് ലിമിറ്റ് എന്ന് വെച്ചാൽ 500 രൂപയാണ്. പിന്നെ ഒരു 15 മിനിറ്റ് ടൈം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ബിരിയാണി എടുക്കാൻ പോവാണ്. സാധനങ്ങൾ എടുക്കാൻ പോവാണ്. എനിക്ക് ഈ അരി മതി, കൈമ. ഫസ്റ്റ് ഞാൻ എടുത്തത് കൈമ അരിയാണ്, 100 രൂപ, 1/2 കിലോ. അവൻ മലബാർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ. ഇനി നമുക്ക് പൊടികളെടുക്കാം. ഇതിലെന്താണ് നീ നോക്കുന്നത്? അല്ല, എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്ന സാധനം ഡിഫറൻസ് നോക്കിയത്. ഗരം മസാല അല്ലേ, അത് ഇപ്പൊ ശരിയാക്കി തരാം. അല്ല, ഇതിന്റെ വില നോക്കണ്ടേ, 400 രൂപയല്ലേ ഉള്ളൂ. ഇത് തന്നെ 36 രൂപ. ഇതെടുക്കണമെങ്കിൽ 50 രൂപ, ഇതെടുക്കണമെങ്കിൽ 50, 200 രൂപ പോയാ. ഇനി വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ എടുക്കണ്ടേ. നമുക്ക് ഇനി നെയ്യ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്. ഇനി വേണ്ടത് ഉള്ളി, തക്കാളി, ഉള്ളിൻ്റെ സവാള, തക്കാളി, ജിഞ്ചർ, ഗാർലിക്, പുതിന, പിന്നെ മല്ലിയില. ഈ ബിരിയാണിയെ വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി മാത്രം മതി, അതോ ഫുള്ള് വേണോ? ഈ റൈത്തയൊക്കെ വേണം. ഓക്കെ, അപ്പോൾ അതും എനിക്ക് എടുക്കാം. എക്സ്ട്രാ ഐഡിയ കിട്ടിയോണ്ട് കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തൈര് വേണം. സത്യം പറയാം, തൈര് ബിരിയാണിക്കും വേണം. ഒരു തൈരും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വാങ്ങിച്ചത് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇനി സവാള വേണം. അപ്പോൾ ഗൈസ്, ശ്രീകാന്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ബില്ല് കുറച്ച് ഇൻഫ്ലേഷൻ്റെ ഒരു കാരണത്താൽ ബില്ല് കുറച്ച് കൂടിപ്പോയി. 588, ഒരു എല്ലാം കൂടെ ഒരു 700 രൂപ ആയി, 700 സംതിങ് ആയി. നമ്മൾ പണ്ട് 500 രൂപയ്ക്കകത്ത് ബിരിയാണി വെച്ചോണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ശ്രീകാന്തിനെ റിലീവ് ചെയ്യാം. ഇനി നീയാണ് ആ സർപ്രൈസ് അറിയാൻ പോകുന്നത്. അതെ. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയാണ്, രണ്ടുപേർക്കും ഉള്ള ഡിഷ് എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ്. ആരാണ് ഏറ്റവും നല്ല ബിരിയാണി വെക്കണം അവരാണ് മാസ്റ്റർ ഷെഫ്. അതിനൊക്കെ ഏത് ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കാം? ഹൈദരാബാദി ഉണ്ടാക്കാം. അല്ല, എൻ്റെ റൂംമേറ്റ് ഒരു പുള്ളിയുണ്ട്. ആ പുള്ളി ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. എന്താണെങ്കിലും ഇത് OSBയിലെ ബെസ്റ്റ് ബിരിയാണിയാണോ? അത്രേ ഉള്ളൂ. ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ബിരിയാണിയിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, ഏത് വെറൈറ്റി വേണമെങ്കിലും. എൻ്റെ ഇഷ്ടം. ഫസ്റ്റ് വിഘ്നേഷ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വീണ്ടും കുറച്ച് പാലും കൂടെ വേണം. പാൽ, മൈ ഗോഡ്, ഇത് വെറൈറ്റി ആയിരിക്കും. ഇപ്പൊ തന്നെ എനിക്ക് സന്തോഷമായി. എന്തെങ്കിലും പുതുമ ഉണ്ടല്ലോ. വിഘ്നേഷ് വളരെ ഫാസ്റ്റാണ് കേട്ടോ. ഇതെന്താ മസാലയുടെ? ഗരം മസാല എല്ലാം വാരി പറക്കി ഇടുന്നേ ഉള്ളൂ. ഒന്ന് നോക്കണേ. ബസ്മതി അല്ല, ബസ്മതിക്കകത്ത് തന്നെ വേറെ സാധനങ്ങളുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ബ്ലൂ കളറിൻ്റെ അകത്ത് തന്നെ വേറെ സാധനങ്ങളുണ്ട്. ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിന്. ഇത്രയും നെയ്യ് വേണോ?
ടൈറ്റ് കോമ്പറ്റീഷൻ ഇനി പുറത്തുള്ള സാധനങ്ങളേ ഉള്ളൂ, ബാക്കി അകത്തുള്ളതല്ലായി വേറൊന്നുമില്ല. നല്ല വിശ്വാസം പെട്ടെന്ന് ആണെങ്കിൽ ഒരു റൗണ്ട് ഓടിയിട്ട് നോക്കിയിട്ട് ഇന്ത്യക്കാലം വെച്ച് കൊടുക്കാണ്ട് ഇപ്പം അതായിട്ട് വാങ്ങിച്ചരക്കേണ്ടല്ല. അപ്പോൾ ഗൈസ് അകത്തെ പരിപാടി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാം. ഗൈസ് വിഘ്നേഷ് നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ തനതായ പൈനാപ്പിൾ വരെ എടുത്തിട്ടുണ്ട്. സന്തോഷമുണ്ട്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഗൈസ് വിഘ്നേഷും കംപ്ലീറ്റ് ചെയ്തിരിക്കണം അവൻ്റെ പർച്ചേസ്. അതെ അതെ, വിഘ്നേഷിന് ഏകദേശം 800 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. വിഘ്നേഷിന്റെ പ്രത്യേകത, വിഘ്നേഷ് ആരും കാണാത്ത വഴികളിലൂടെ കുറച്ച് സഞ്ചരിച്ചു. ട്രിവാൻഡ്രം സ്പെഷ്യലൊക്കെ കിട്ടിയിട്ടുണ്ട്, സന്തോഷമുണ്ട്. ഇനി നമുക്ക് സ്റ്റുഡിയോ പോയി സെറ്റ് ചെയ്യാല്ല. അപ്പോൾ ഗൈസ് ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു തനതായ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ശ്രീകാന്ത് ചെയ്യുന്നത്. വിഘ്നേഷിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. പാലൊക്കെ ഉണ്ട്. പാല് അവിടെ സെയിൽസ് സ്റ്റാഫ്, അവിടുത്തെ സെയിൽസ് സ്റ്റാഫും കണ്ടപ്പോൾ പാല് കണ്ടപ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പെട്ടെന്ന് തന്നെ മറ്റേ ഇത് കുങ്കുമപ്പൂ ഇട്ടിട്ട് ഒഴിക്കും, സാധാരണ മഞ്ഞപ്പൊടി സാധനമാണോ? പക്ഷെ കുങ്കുമപ്പൂ ഇല്ലല്ലോ. വേറെ പാൽ ഒഴിക്കും, മഞ്ഞപ്പൊടി ചേർത്ത് ഒഴിക്കാൻ കളർ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും രണ്ടുപേരും സെറ്റാണ് ഗൈസ്. അപ്പോൾ എന്ത് ടൈപ്പ് സ്പെഷ്യൽ? ഞാൻ കേരള മറ്റേ മലബാർ സ്റ്റൈൽ, തലശ്ശേരി സ്റ്റൈൽ. തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി. എൻ്റെ റൂംമേറ്റ് പഠിപ്പിച്ചൊരു ഈസി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, കുറവാണ്. ഇൻഗ്രീഡിയൻസ് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലകൾ കുറവായിരിക്കും. പക്ഷെ എന്തായാലും കണ്ട ഒരു വെറൈറ്റി സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് കടക്കാം. രണ്ടുപേരും വേറെ വേറെ അരിയാണ്. ശ്രീകാന്ത് കൈമ അരിയും വിഘ്നേഷ് ബസുമതി അരിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് തുടങ്ങിക്കോ, ഡിസ്റ്റർബ് ചെയ്യണ്ട. ഓക്കെ, ഞാൻ അരിയെ കഴുകി നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ തോർത്താൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇറച്ചിയിൽ കുറച്ച് മഞ്ഞപ്പൊടി, ലേശം തലശ്ശേരി ബിരിയാണി മസാല കുറച്ച്, പിന്നെ ഉപ്പ് തരുമോ? അപ്പോൾ പറയൂ വിഘ്നേഷ്, താങ്കൾ എന്തൊക്കെയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്? ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് അണുനശീകരണത്തിന്, ചിക്കൻ മസാല ഇടുകയാണ് കുറച്ച്. ഞാൻ ഇതിൽ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് കുറച്ച്. അതൊക്കെ ഉണ്ടോ? ഇല്ല, പെരിഞ്ചീരകം. രണ്ടുപേരും ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്ന് കോമ്പറ്റീഷനിൽ എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചീത്ത വിളിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു, പക്ഷേ ഇവർക്ക് അങ്ങനെ ആ ഒരു ഒരാളെ വെച്ചിട്ട് എങ്ങനെ ചെയ്യും അവിടെ നമ്മള്. പക്ഷേ അപ്പം ഞാൻ എൻ്റെ പരിപാടി തുടങ്ങാനായിട്ട് ഗ്യാസ് പതുക്കെ ഓൺ ചെയ്യാണ്. ആദ്യമേ ഗ്യാസ് ഓൺ ചെയ്ത് തുടങ്ങിയല്ലേ? അതൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് തന്നെ അവരെടുക്കും. ശ്രീകാന്തിന് ചിന്തിക്കാനുള്ള സമയം പോലും കൊടുത്തില്ല. അപ്പോൾ വിഘ്നേഷ് എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യമേ റൈസ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ട പരിപാടികൾ ചെയ്യുകയാണ്. ആദ്യമേ റൈസ് സെറ്റ് ചെയ്യാണ്. ശ്രീകാന്ത് പക്ഷേ തനതായിട്ടുള്ള നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്താണ്, സവാളയാണ് സെറ്റ് ചെയ്യണം. അത് തന്നെയാണ് ശ്രീകാന്ത് ചെയ്യുന്നത്. കേരള നാടൻ ഒരു മസാല. അപ്പോൾ ഗൈസ് നമ്മുടെ വിഘ്നേഷ് ഇതൊക്കെ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ ഐറ്റം ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർനീസ്, ബേ ലീഫ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോവുകയാണ്. ഇത് നീ എന്തിനാ വേർതിരിച്ചത്? കൗണ്ടിന് വേണ്ടി എത്ര ചിലപ്പോൾ എങ്ങനെ അവർക്ക് ട്രൈ ചെയ്യാൻ തോന്നിയാലോ. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ജസ്റ്റ് കുതിർത്ത് വെച്ച അരി, ബസ്മതി അരി റൈസ്, അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് നീ അവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സാല അവിടെ നിന്റെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഇവിടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി എല്ലാം അവൻ കട്ട് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഇഞ്ചി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അവന്റെ കണ്ണ് ഇതായിരിക്കും, വെളുത്തുള്ളി. അത് അവനാണ് സാധ്യത കൂടുതൽ. അവൻ വെളുത്തുള്ളി അവിടെ നിന്ന് അരിയണ കണ്ടിട്ടല്ല. അപ്പൊ ഇവിടെ നമ്മുടെ വിഘ്നേഷ് എന്തൊക്കെയോ തപ്പി തെരയുന്നു. എന്താടാ അരിയാൻ വേണ്ടിയാ ക്ലീൻ. അപ്പൊ ഗൈസ് നമ്മുടെ വിഘ്നേഷിന്റെ കട്ടിംഗ് സ്കിൽസ് നമുക്ക് ഇപ്പൊ കാണാം. അത് മറന്നോ അതോ ഉണ്ടോ? നമ്മുടെ റൈസ് ഏറെക്കുറെ വെന്ത് വന്ന് കാണും. നമുക്കിത് ഊറ്റിക്കോരി മാറ്റി വയ്ക്കാം. അപ്പം ആ ചൂടിരുന്ന് കുറച്ചും കൂടെ വേഗം വീണ്ടും. ഗൈസ് അവിടെ ശ്രീകാന്ത് നാടൻ രീതിയിൽ ഇടിക്കുകയാണ്. ഇടിക്കുന്നത് നമ്മുടെ നാച്ചുറൽ സ്പൈസസ് ആയിട്ടുള്ളത് ചില്ലി, പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതൊക്കെയാണ് ഇടിക്കുന്നത്. ഇത്രയും മുളകും ഇതെല്ലാം നീ ഇടിച്ചിടുവോ? ഇടിക്കാം. പക്ഷെ നമ്മൾ പണ്ട് ഉണ്ടാക്കുമ്പോഴൊന്നും ഇത്ര ഇടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പണ്ട് നമ്മൾ മലബാർ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ടാക്കിയിട്ടുണ്ട്. കൊഞ്ചു വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഇത് രണ്ടിലും വേടാ. ബിആറിന് ഇഷ്ടപ്പെടാൻ പറ്റിയ സാധനങ്ങൾ ബിആറിന് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൈമ റൈസ് ആണെന്നാണ് എനിക്ക്. ബിആറിന്റെ ടേസ്റ്റ് ബഡ്സിന് അതായിരിക്കാം തോന്നുന്നു. ബിആറിന്റെ ഇഷ്ടം മാത്രമല്ലോ, എല്ലാവരും നോക്കണം. ബിആറിന്റെ ജഡ്ജ്മെന്റ് അനുസരിച്ചാണ് ഇരിക്കുന്ന കാര്യം. എനിക്കും കൂടുതൽ കൈമയാണ് ഇഷ്ടം. നിനക്ക്
എനിക്ക് ഇഷ്ടമുള്ള നല്ല നല്ല ബിരിയാണിയാണ്. അതാണ് നിലപാടില്ലായ്മ അല്ലേ? എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ് ഈ ചെന്നൈ ബിരിയാണി. അപ്പൊ അതില് കൂടുതൽ ബസ്മതി അരിയല്ലേ. അല്ല, അവര് വേറെ ഐഡിയ ആണ് ഉപയോഗിക്കുന്നത്. നീ ഉണ്ടാക്ക. അപ്പൊ വിഘ്നേഷ് ഇവിടെ തീ കത്തിക്കാൻ പോകുന്നുണ്ട്. എന്താണ് നീ കുക്ക് ചെയ്യാൻ പോണ ഇനി അടുത്ത നെക്സ്റ്റ്? ഞാൻ അടുത്തത് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഉള്ളി. അപ്പൊ നമ്മുടെ വിഘ്നേഷ് വറുക്കാൻ ഉപയോഗിക്കുന്നത് എണ്ണയല്ല, നെയ്യിലാണ്. റിച്ച് ആണ്. അപ്പൊ നമ്മുടെ പാത്രത്തിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നെയ്യ് ഒഴിക്കൽ ചടങ്ങ്. നെയ്യ് കുറച്ചുണ്ട്. അപ്പൊ എന്തായാലും വിഘ്നേഷ് ഇവിടെ റൈസ് ഒന്ന് ഓനിയൻ ബ്രൗൺ ചെയ്യണ സമയത്തേക്ക് നമ്മുടെ ഇടിച്ച് ഇഞ്ചി പരുവാക്കിയിട്ടുണ്ട്. ഇതെല്ലാം സ്വന്തം കൈ കൊണ്ട് തന്നെ ശ്രീകാന്ത് ചെയ്തിട്ടുണ്ട്. വിഘ്നേഷിന്റെ അധികം പ്രോഗ്രസ് സവാളയിൽ വന്നിട്ടില്ല. നെയ്യായോണ്ട അതിന്റെ അല്ല, ഉള്ളി കുറച്ചൊന്ന് ഇതായി വരാൻ സമയം എടുക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഇവിടെ നെയ്യ് എടുത്തു. അടുത്ത നെയ്യ്, കുറച്ച് നെയ്യ്, നമ്മൾ നെയ്യ് കുറച്ച് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ, എന്നിട്ട് ഇത് പൊരിച്ചെടുക്കും. എന്താണ് ഉള്ളി വ്യത്യാസം കണ്ട അവരൊരു ഡിസ്പാരിറ്റി ഉണ്ടോ? നെയ്യും എണ്ണയും ഒഴിച്ചു, ഇവിടെ നെയ്യ് മാത്രം. അപ്പൊ വിഘ്നേഷിന്റെ ഉള്ളി ഇത് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഇടാൻ പോവുകയാണ്. കുറച്ച് ഞവടിയൊക്കെയാണ് ഇടുന്നത്. സെപ്പറേറ്റ് ആക്കി കുറച്ച് പഞ്ചാര ഉണ്ടായിരുന്നെങ്കിൽ മുകളിൽ ഇങ്ങനെ കൊടുക്കാം. പഞ്ചസാര ഇല്ല, സോറി. അവിടെ നോക്കൂ, വിഘ്നേഷ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പുതിനേര് ഇല നുള്ളി ഇടയാണ്. കരിയണടാ. പക്ഷെ അതൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയങ്കര ബയസ്ഡ്. ട്രഡീഷണൽ എന്നൊക്കെ പറഞ്ഞ് തള്ളിയതുണ്ടായിരുന്നല്ലോ ഇവിടെ. ഞാൻ ഇവിടെ നിൽക്കുകയല്ലേ ട്രഡീഷണൽ ആണെങ്കിൽ. സോറി, അത് കുറച്ച് കരിയട്ടെ, നീ പോ. കഴിച്ചിട്ട് വന്നാൽ മതി. അപ്പൊ ഗൈസ്, നമ്മുടെ ശ്രീകാന്തിന്റെ ഏകദേശം തീരാറായും തോന്നുന്നു, സെറ്റായും തോന്നുന്നു. ഫസ്റ്റ് സ്ലോട്ട് ഏതാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. വിഘ്നേഷ് ഇവന്താ ഇപ്പൊ തുടങ്ങി സെറ്റായി. സ്ലോ ആണ് രുചി കൂടുന്നത്. അടുത്ത സ്റ്റെപ്പ് തോന്നടാ. ഈ എണ്ണ എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് നെയ്യിൽ ഇത് വറുത്തെടുക്കുക. ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നെയ്യുടെ എനിക്ക് തോന്നുന്നു വിഘ്നേഷ് ഇതായിരിക്കൂല, ഇങ്ങനെ ആയിരിക്കൂല. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് വറുക്കണ്ടേ? അതല്ല, ഇത് നാടനല്ലേ? കുറച്ചുകൂടെ വെറൈറ്റി അല്ലേ? വെറൈറ്റി അല്ലേ? അണ്ടിപ്പരിപ്പ് വറുക്കണേന് പിന്നെ എണ്ണയിലുള്ളതിനെ പുഴുങ്ങിയെടുക്കാൻ പറ്റും. വെറൈറ്റി ഇല്ല. അപ്പം അണ്ടിപ്പരിപ്പ് ഫുള്ള് സെറ്റായി. നമ്മൾ കിസ്മിസ് പെട്ടെന്ന് മുന്തിരി ഒരു ബലൂൺ പരുമാകുമ്പോൾ എടുക്കും അല്ലേ? അപ്പം ഇത് വെച്ചിട്ട് ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത്? ആദ്യം കുറച്ച് നെയ്യും എണ്ണ ഒഴിക്കും. എന്നിട്ട് മറ്റേ സവാള ഇട്ട് വഴട്ടി ഒരു ബേസ് ഉണ്ടാക്കാം. ഗായ്സ്, അപ്പൊ ആ അസുലഭ നിമിഷം വന്നിരിക്കുകയാണ്. നമ്മുടെ വിഘ്നേഷ് അവന്റെ വറവൽ എടുക്കുകയാണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഓക്കെ, അപ്പൊ എണ്ണ ചൂടായി. നമുക്ക് ഇതിലോട്ട് സവാള കിരികിരി. നമുക്ക് ചിക്കൻ ഇടാം. ജസ്റ്റ് ഓക്കെ, ചിക്കൻ ഇടാം. ഗായ്സ്, വിഘ്നേഷിന് എന്തോ പറയാനുണ്ട്. ഞാൻ ചെറുതായിട്ട് ഉപ്പിടാൻ മറന്നുപോയി. ചെറുതായിട്ടേ മറന്നുപോയി. വിഘ്നേഷ് ഇങ്ങനെ ഇട്ട പ്രശ്നമാവൂലേ? ഓക്കെ ഗായ്സ്, അപ്പൊ ചെറുതായിട്ട് ഉപ്പ് ഇങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ട്. വിഘ്നേഷിനൊന്ന് പാളിയിട്ടുണ്ട്, ചെറുതായിട്ട് ഒരു ടെൻഷൻ. പാളി എന്നാ തോന്നുന്നു. വലിച്ചു നീട്ടുക. അപ്പം ചിക്കൻ ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ബിരിയാണി മസാല വേണം. ബിരിയാണി മസാലയാണ് അടുത്തിടുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് തക്കാളിയും കുറച്ച് പുതിനയിലയും മല്ലിയിലയും മുറിക്കണതിൻ്റെ ഒക്കെ ഒരു ശൈലിയാണ്. എന്താ പ്രൊഫഷണലാ പയ്യൻ. കുറച്ച് പുതിന ഇളക്കല്ലേ. നന്നായിട്ട് ഇളക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് തൈര്. ഇവിടെ തൈര് ഒഴിക്കുമ്പോൾ വിഘ്നേഷ് ചിക്കൻ മറിച്ചിടയാണ്. കുറച്ച് തൈരും കുറച്ച് ലൈമും കൂടെ അല്ലേ? അപ്പം എൻ്റെ ചിക്കൻ വറുത്ത് കഴിഞ്ഞു. ഞാൻ അത് കോരി മാറ്റി വയ്ക്കുകയാണ്. വിഘ്നേഷ് ചിക്കൻ കോരി മാറ്റി വയ്ക്കുക. അപ്പം നമ്മളുടെ ചിക്കൻ ഏകദേശം വെന്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് മാറ്റി വയ്ക്കാൻ പോകും. ചിക്കൻ വറുത്തതിലോട്ട് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പച്ചമുളകും തക്കാളിയും ഇതിലോട്ട് ഞാൻ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഇവിടെ അരി ഇടാൻ പോകുന്നു തോന്നുന്നു. ഒരു ഗ്ലാസ് ഒന്ന് ഇളകി കൊടുക്കും. അതിൻ്റെ തക്കാളി ഏകദേശം പരുവപ്പെട്ടിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി, ലേശം ഇച്ചിരി ഗരം മസാല, ചിക്കൻ മസാലയാണ് മെയിൻ, കുഞ്ഞു സ്പൂൺ മല്ലിപ്പൊടി,
ഓക്കെ, അപ്പം അരി ഇവിടെ നിന്ന് എടുത്ത് കുറച്ച് നെയ്യ് കാണാമോ? കേട്ടോ. അപ്പം അരി വേവിക്കാൻ പാത്രത്തിൽ കുറച്ച് നെയ്യും കുറച്ച് സവാള ഇട്ട് വെള്ളം ഒരു 3.25 കപ്പ് വെള്ളമുണ്ട്. ഇത് ഏകദേശം പരുവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിഘ്നേഷിന്റെ ഏകദേശം പരുവപ്പെട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് പൊരിച്ച ഉള്ളി പൊരിച്ച ഉള്ളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, കുലുക്കിയാടാ ഇതാണ് ഇത് സംഭവം. വെറൈറ്റി പാലാണ് തൈര്. അത് പിന്നെ അതോട് നമ്മൾ നേരത്തെ വറുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ശ്രീകാന്തിൻ്റെ കുറച്ച് നേരം വച്ചൊക്കെയാണ്. ഇനി വിഘ്നേഷിൻ്റെത് കാണാൻ ഗംഭീരമായിരിക്കുന്നു. നല്ല കളർ. അപ്പോൾ ഗൈസ് നമ്മുടെ വിഘ്നേഷ് ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. അവൻ ബിരിയാണി സെറ്റ് ചെയ്യാൻ അവസാനിക്കാറായിട്ടുണ്ട്. അതെ അതെ, ബിരിയാണി നമ്മളെ ചോറ് റൈസ് ലെയർ ആയിട്ട് ഇടാൻ വേണ്ടി വിഘ്നേഷ് പോവുകയാണ്. അപ്പം നമുക്കിനി അടുത്തത് ഇതിലോട്ടൊരു തവ വയ്ക്കാം. കാരണം നമുക്ക് ഡയറക്റ്റ് ചൂടെന്ന് ഭയങ്കര ചൂട് കൂടുതലായിരിക്കും. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് പാത്രം പതുക്കെ വെച്ചിട്ട് റൈസ് ഒരു ലെയർ അതിലേക്ക് തള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിന അല്ല, പൈനാപ്പിൾ. അതാണ് ട്രിവാൻഡ്രത്തിൽ. ഇത് പോളണ്ടിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കണേ. പൈനാപ്പിൾ ഇട്ട് നമ്മൾ പൈനാപ്പിൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ എന്തായാലും വിഘ്നേഷ് മാത്രമല്ല ശ്രീകാന്ത് ഇവിടെ അവസാനത്തെ ലാപ്പിലാണെന്ന് തോന്നുന്നു. അതെ അതെ, ഇഞ്ചോട് പോരാട്ടമാണ്. 3 ഇഞ്ചോടായില്ലേ, 1 ഇഞ്ച് 2 ഇഞ്ചോട് ആകെ ഒരു ഡയലോഗ്. അതിലേക്ക് ശ്രീകാന്ത് അവസാനം ഗരം മസാലയാണ്. ഗരം മസാല പൊടിക്കൈ സാധാരണ ഇടാറില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് ജയിച്ചാലേ പറ്റി ഞാൻ ഇടും. ആശിം പറഞ്ഞോണ്ട് പൊടി ഇടുന്നില്ല, അവനും പൊടി ഇടുന്നു. ഇതെന്ത് സാധനം? My God, this is chaos. ഇത് സ്പെഷ്യല് പാല്. ഇവൻ ഇവിടെ കറി ഒഴിക്കുമ്പോ ഇവിടെ ഗ്രേവി ഒഴിക്കുന്നു. നേരത്തെ ആ ചിക്കന്റെ ഗ്രേവി ആയിരുന്നു. പാലും മഞ്ഞപ്പൊടിയും കുറച്ച് പൈനാപ്പിൾ പിഴിഞ്ഞ് വെച്ചത്. വെറൈറ്റി ഓഫ് ദ ഇന്ത്യ. ഇത് കുശാൽ. ഇത് കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കായിരുന്നു. നന്നിട്ട് തന്നെ വിശക്കുന്നു. അപ്പൊ നമ്മുടെ വിഘ്നേഷ് ഇത് അടച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ശ്രീകാന്ത് ഇവിടെ ലാസ്റ്റ് ലാപ്പിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കറി ഒഴിച്ച് കുറച്ച് ഇല ഏലക്കറികളൊക്കെ ഇട്ട് പുതിന ഇലയാണ് അവ ഇടുന്നത്. ആ ഒരു ആരോമ. ഇനി അതിലേക്ക് കുറച്ച് സവാള, കിസ്മിസ്, കശുവണ്ടി. ആവശ്യമില്ലാത്ത കശുവണ്ടി കമ്പനി എടുത്ത് കഴിച്ചു. ആവശ്യമില്ലാത്ത ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഗൈസ് നമ്മുടെ 2 ബിരിയാണി ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. വി ആർ സോ ഹാപ്പി. അതെ, ഐ ആം സോ ഹാപ്പി. കൊള്ളാം കേട്ടോ, നിങ്ങള് അടിപൊളി. രസമുണ്ടോ? കാണാൻ നല്ലൊരു രസമുണ്ട്. രണ്ടിലും ഇപ്പൊ ഒരു പ്രതീക്ഷ. രണ്ടിലും പ്രതീക്ഷയുണ്ട്. മറ്റേ നമ്മളന്ന് കുക്ക് ചെയ്തപ്പോ രണ്ടുപേർക്കും പ്രതീക്ഷയില്ലായിരുന്നു. നല്ല പ്രതീക്ഷയുണ്ട്. ഗൈസ്, അപ്പോഴും മത്സരത്തിന്റെ അവസാന ഘട്ടമായിരിക്കുകയാണ്. ഇനി നമ്മുടെ ജഡ്ജസിന്റെ വരവാണ്. അപ്പോൾ ജഡ്ജസിന്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. 2 ജഡ്ജസ് ആണുള്ളത്, നന്ദു ബിആറും ഹാഷിം. ഈ നന്ദു ബിആറും ഹാഷിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്രൂട്ടൽ ആൻഡ് ഹോണസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ബിരിയാണിയുടെ കാര്യത്തിലൊക്കെ നന്ദു ബിയർ എക്സ്ട്രാ എഫേർട്ട് എടുക്കും. അതെ അതെ, എനിക്ക് ഉറപ്പാണ്. അവർ റിസർച്ച് ചെയ്തിട്ടായിരിക്കും വേണ്ട ബിരിയാണിയിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെ മൈനസ് ചെയ്യാന്നാണ് നോക്കും. റിസർച്ച് ചെയ്ത് കാണും. അപ്പൊ നമുക്ക് ജഡ്ജസ് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം സെറ്റ് ആക്കാം. അപ്പൊ പെട്ടെന്ന് സെറ്റ് ആക്കിയ എല്ലാം കൊള്ളാം കേട്ടോ. ശരി ഗൈസ്, അപ്പോഴ് സെറ്റ് ആക്കിയിട്ടുണ്ട്. വിഘ്നേഷ് 2 പപ്പടം വെച്ചിട്ടുണ്ട്. ഞാൻ പൊരിച്ചിട്ട് 2 നീ എടുത്താ പപ്പടം അല്ലേ എടുത്തുള്ളൂ. നീ 2 ചിക്കൻ ഫ്രൈ വെച്ചില്ലേ? ഞാൻ ഉണ്ടാക്കിയല്ലേ. പിന്നെ പപ്പടം പൊരിക്കണത് ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ 2 കളറിൽ തന്നെ വ്യത്യാസം. അതിലാണ് സന്തോഷമായത്. 2 വെറൈറ്റി. അതൊരു ഹൈദരാബാദി സ്റ്റൈൽ അല്ലേ, കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതൊരു മലബാർ സ്റ്റൈൽ. അപ്പൊ എന്തായാലും നമുക്ക് എവരെ മാറ്റി നിർത്തിയിട്ട് ജഡ്ജസിനെ വിളിക്കാം. അപ്പൊ അവര് മാർക്ക് ഇടട്ടെ എന്താണെന്ന്. അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വിളിക്കാം. ജഡ്ജസ് ഓൺ ദ ഡൈസ്. ബെസ്റ്റ് ബിരിയാണി ടേസ്റ്റേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഇവരാണ് പ്രോ. ഞാൻ പിന്നെ ഒരു സപ്പോർട്ടിന് വന്നേ ഉള്ളൂ. ഫുഡ് ക്രിറ്റിക്സ്. നിങ്ങൾ കയറിയിട്ട് ഓരോന്ന് വീതം നിങ്ങൾ കഴിച്ചു. പ്രസന്റേഷൻ നോക്കട്ടെ. നോക്കണം, ടേസ്റ്റ് നോക്കണം. പക്ഷെ ബിരിയാണിയാണ് എന്ത് ബിരിയാണിയാണിത്? ചിക്കൻ ബിരിയാണി. വെറൈറ്റി ചിക്കൻ ബിരിയാണി. ഇതില് നമ്മള് ബിരിയാണിയാണ് ഫോക്കസ് ചെയ്ത് ബിരിയാണിയാണ്. പ്രസന്റേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ലോങ് റൈസിന്റെ ബിരിയാണിയാണെന്ന് തോന്നുന്നു. ബസുമതി റൈസിന്റെ ബിരിയാണിയാണ്. പ്രോഡക്റ്റ് രണ്ടുപേർക്കും ഒരേപോലെ ചിക്കൻ ബിരിയാണി. 2
2 പപ്പടം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഹാഫ് കട്ട് ചെയ്ത ഇത് എന്താണ് ഒരു പൈനാപ്പിളും അല്ലേ. ശരി, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി ഓവറാണ്. അല്ല, ഇതിന്റെ നടുക്കണ്ട ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എനിക്കൊരു ഊഹമുണ്ട് ആരെയാണ്. ഞാൻ ആദ്യം റൈസും കഴിക്കണം, മസാലയും ഇതും കഴിക്കണം. റൈസ് അത്യാവശ്യം കുഴപ്പമില്ല. ഒരിതും കൂടെ പപ്പടം കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത. ഇനി അടുത്ത ഞാൻ പ്രസന്റേഷൻ ഇനി പറയാൻ പറ്റില്ല. കുഴപ്പമില്ല. കഴിക്കാനായിട്ട് നമുക്ക് കൊതിയാണ്. ഈ ബിരിയാണി ഓക്കെ ബിരിയാണിയാണ്. നമുക്ക് നെഗറ്റീവ് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് പറയാനില്ല. അതുകൂടെ കഴിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഇത് എനിക്ക് തോന്നുന്നു ഒരു കൈമ റൈസിലെ ബിരിയാണിയാണ് തോന്നുന്നു. അതെ അതെ, കുറേയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓ, ഇതിനോട് ഫ്രൈ ഉണ്ട്, ഇത് രണ്ടും ഉണ്ട്. ഓ, ചിക്കൻ എല്ലാം ഉണ്ട്. ബിരിയാണി തന്നെ എല്ലാം ഉണ്ട്. ആദ്യം കുറച്ച് ഞാൻ പിടിച്ചോളാം. ഈ ബിരിയാണി മാത്രമായിരുന്ന ഈ ക്രൈറ്റീരിയയിൽ ഉണ്ടായിരുന്ന അത് എന്തുകൊണ്ട് ആഡ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്ന? ബിരിയാണിയാണ് കൊടുത്തത്. ബിരിയാണിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ബിരിയാണിയാണ് കൊടുത്തത്. ബാക്കിയൊക്കെ അവരെ കല വരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാതിരിക്കാം. അതൊക്കെ ഒരു കവിയുടെ ജഡ്ജിന്റെ ഫ്രീഡം. അന്തിമ തീരുമാനമാണ്. അഭിപ്രായമായി സെറ്റായി. ഹാഷിം എക്സ്ട്രാ ആഡ് ഓൺസ് എന്തൊക്കെയോ ഇഷ്ടം പോലെ ഉണ്ട്. അരി അല്ലാതെ അരിയേക്കാൾ കൂടുതലായിട്ട് എന്തൊക്കെയുണ്ട് ഏകദേശം ഐഡിയ കിട്ടിയാൽ തോന്നുന്നു. ഇല്ല, ഈ സൈഡിൽ നിന്നുള്ള തിന്നാലും ഐഡിയ അവനൊരു ഫുൾ ബിരിയാണി എന്നാലേ ഐഡിയ വരും. നമ്മൾ ഡിസ്കസ് ചെയ്തതിനൊരു അഭിപ്രായം പറയണോ അതേ നമ്മുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഓരോന്ന് പറയട്ടോ? പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു. അല്ല, പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യം കഴിച്ച നീ എന്നെ നിന്റെ അഭിപ്രായം പറ. എൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, ഇപ്പം രണ്ട് തരത്തിലുള്ള ബിരിയാണിയാണ്. പക്ഷേ നമ്മൾ നോർമലി കൈമ റൈസ് കഴിക്കുമ്പോൾ നമുക്കൊരു ഫ്ലേവർ ഫീൽ ചെയ്യും. പക്ഷേ എനിക്ക് ഇതിനൊരു ഫ്ലേവർ അത്ര ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ ബിരിയാണി കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള ഒരുത്ത തോന്നിയിട്ടുണ്ട്. സോ അതിനൊരു ആ റൈസിന് കുറച്ച് ഫ്ലേവറും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലോട്ട് വന്ന സമയത്ത് കുറച്ച് ബ്ലെൻഡ് ആയിട്ടുള്ള സാധനമാണ് ഫീൽ ചെയ്തത്. ബ്ലാൻഡ് ആയിട്ടുള്ള ഫീലിംഗാണ് വന്നത്. എനിക്ക് കുറച്ചുകൂടെ ഒരു 1 സ്റ്റെപ്പ് 2 ഓക്കെ ആണ് എന്ന് വെച്ചാൽ അത്ര സംഭവമൊന്നുമല്ല. പക്ഷേ 2 അത്ര ഒരു ഇതല്ല. പക്ഷേ 2 ഓക്കെ ആണെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ഫ്ലേവർഫുള്ള് കുറച്ചുകൂടെ തോന്നിയിട്ടുള്ളത് ഈ ബിരിയാണിയാണ്. കുറച്ച് ഫ്ലേവർഫുൾ ആയിട്ട് തോന്നിയത്. റൈസിന്റെ 2ന്റെയും വേവ് സൂപ്പർ, ഒന്നും പറയാനില്ല, അത് അടിപൊളി. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു മസാല കൂടി ചിക്കന്റെ പീസും ഓക്കെയാണ്. പക്ഷെ അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നൊരു ഫ്ലേവർ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. ഇതിനേക്കാളും കുറച്ചുകൂടെ ഫ്ലേവർ അതിനകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൽ ഫ്ലേവർ അങ്ങനെ വന്നില്ല. പിന്നെ ഫ്രൈ കൊള്ളായിരുന്നു. അത് പക്ഷെ മാനദണ്ഡം അല്ലാത്തതുകൊണ്ട് ഫ്രൈ നല്ല ഫ്രൈ ആയിരുന്നു. നല്ല ഫ്രൈ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും ആസ് എ ബിരിയാണി എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചുകൂടെ സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എടുക്കുന്നത് ചിലപ്പം ഇതായിരിക്കും എടുക്കുന്നത്, എൻ്റെ അഭിപ്രായം. എയും ബിയും 2 ബിരിയാണിയും നല്ല, അതെന്ന് വെച്ചാൽ ഒരു ഓക്കെ ബിരിയാണിയാണ്. രണ്ടും കൊള്ളാം. അതിൻ്റേതായ 2 രീതിയിലുള്ള ബിരിയാണിയാണ്. ടേസ്റ്റ് വൈസ് ഈ ഒരേപോലത്തെ അരിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ 2ന് 2 തരം ടേസ്റ്റാണുള്ളത്. 2ൻ്റെയും അരിയുടെ വേവ് കറക്റ്റ്, ചിക്കൻ്റെ വേവും കറക്റ്റാണ്. അത് 2ഉം പെർഫെക്റ്റാണ്. പ്രസൻറ്റേഷനും ഓക്കെയാണ്. എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യം, ഈ ആഡ് ഓൺസ് ഇത്തിരി കൂടിപ്പോയി. അതായത് ഒരു പ്ലേറ്റിൽ നമ്മൾ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ നേരത്തെ കുറച്ച് മതിയായിരുന്നു. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് റൈസിന്റെ കറക്റ്റ് ഫ്ലേവർ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കാൻ പറ്റുന്നില്ല. കാര്യം എല്ലായിടത്തും എക്സ്ട്രാ ആഡ് ഓൺ സാധനങ്ങൾ നമ്മൾ ഒരു ഡെക്കറേറ്റീവിന് അല്ലാതെയൊക്കെ ആഡ് ചെയ്ത സാധനങ്ങളെല്ലാം കൂടിപ്പോയി. പക്ഷേ ഇതിനകത്ത് അത് പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ ലുക്ക് ഭയങ്കരം ആക്കി അത്യാവശ്യം നല്ലതായിരുന്നെങ്കിലും ആഡ് ഓൺസ് അധികം ചേർക്കാതെ തന്നെ അവർക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ രണ്ടാമത്തത് ഈ അരിയുടെ കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. ഇതിന്റെ അരിയുടെ ടേസ്റ്റ് അതിനകത്തുണ്ട്. അതാണ് ഞാൻ എൻ്റെ അടുത്ത് ഒന്നുകൂടെ ചോദിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇത് കൈമയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ. ഇനി അരിയുടെ ക്വാളിറ്റി പ്രശ്നമാണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും ആ ഒരു വ്യത്യാസം ഇത് 2നും തമ്മിലുണ്ട്. പിന്നെ അടുത്തത് ചിക്കനിലെ ആ ഒരു മസാലയും ചിക്കനും നോക്കിയാലും ഇത് കുറച്ചും കൂടെ ഒരു ഫ്ലേവർഫുൾ ആയിട്ട് തോന്നി. അത് മോശമല്ല. ഈ മസാലയുടെ കാര്യത്തിൽ ഭയങ്കര വ്യത്യാസം പറയാനില്ല, ഇത് ഓക്കെയാണ്. അരിയുടെ കാര്യത്തിൽ പക്ഷെ നല്ലൊരു കമ്പാരിസൺ ചെയ്യാനുള്ള സാധനമുണ്ട്. അപ്പോൾ ഞാനും ഒരു ആവറേജ് ടോട്ടലി എല്ലാം കൂടെ നോക്കിയാണെങ്കിൽ 1 സ്റ്റെപ്പ് ഹെഡ് എന്ന് തോന്നുന്നത് എ ആണ്. അപ്പോൾ ഗൈസ്, വിന്നറിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. ബയാസ് ആയിട്ടല്ല
അഭിപ്രായം പറഞ്ഞതാണ് എൻ്റെ വിശ്വാസം. നമുക്കിതിൽ ആര് ജയിച്ചാലും നമുക്ക് ഒരുപോലെ. നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ആര് അത് തന്നെ ആര് ആണെങ്കിലും നമുക്ക് ഒരുപോലെയാണ്. പ്യുവർലി ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടും പറഞ്ഞ ഏതാണ്ട് സെയിം ആണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് വിന്നറിനെ നമുക്ക് അനൗൺസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ജഡ്ജസ് ആയിട്ടുള്ള ഹാഷിമിനെയും നന്ദു ബിആറിനെയും ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ. അപ്പോൾ വിന്നർ എന്ന് പറയുന്നത് വിന്നർ ഗോസ്റ്റ് വിന്നർ വിഘ്നേഷ്. അതെ അഭിപ്രായം പറയാൻ വേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ തിന്നേണ്ടി വന്നു. ടൈറ്റ് മാച്ച് ആയിരുന്നടാ, ഈസി വിന്നൊന്നും അല്ല ഇത്. പക്ഷേ ലാസ്റ്റ് നമ്മൾ ആൾറെഡി ഒരുപാട് തവണ പറഞ്ഞു, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഈ ആഡ് ഓൺ സാധനങ്ങളും ബാക്കി സാധനങ്ങളും കൂടിപ്പോയി അരിയുടെ ഫ്ലേവർ കൈമ അരിയുടെ ഫ്ലേവർ അതിനകത്ത് കറക്റ്റ് വന്നില്ല. അരിയുടെ ക്വാളിറ്റി കുറവാണോ? അരിയുടെ ക്വാളിറ്റി കുറവാ. അപ്പൊ അതും ഇതിന്റെ ഒരു റിസൾട്ട് എല്ലാം ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ രണ്ടുപേരുടെയും അരിയുടെ വേവും ചിക്കന്റെ വേവും പെർഫെക്റ്റ് കേട്ടോ. അത് എങ്ങനെ സെറ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുള്ളത്. പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ അതിനെങ്കിലും മാർക്കിനോടെ അവന്മാർക്ക് പൊടിക്കൊക്കെ കൊടുത്തില്ല. അത് സംഭവിക്കാതിരിക്കാൻ ഞാൻ അത് തിന്നു പോലുമില്ല. ഗൈസ് ഇനി തൊട്ട് ഞാൻ കുക്കിംഗ് ഉപേക്ഷിക്കും. ഇത് ശ്രീകാന്തിന് അപമാനമൊന്നുമില്ല. ശ്രീകാന്തിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു ഈ നട്ട്സും ഇതൊക്കെ ഇട്ടപ്പോഴേ ചോദിച്ചു, എടാ ഇതിലും ഭേദം പായസം വല്ലതും ഇത്ര ഇടണോ? നീ ജഡ്ജസിനെ ഇത് ചെയ്യാൻ ശ്രമിച്ചു, നമ്മൾ ഇതിൽ വീഴോന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, അത് ഓവറായി പോയി, അത് വേണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് കഴിച്ചു. നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം കൂടെ പറ. ആ റൈസിന്റെ മാത്രമേ ഉള്ളൂ ഫ്ലേവറിന്റെ, അത് മാത്രമേ വ്യത്യാസമായിട്ട് തോന്നുന്നു. അപ്പോൾ മാസ്റ്റർ ഷെഫ് 2.0 വിഘ്നേഷ് വിസസ് ശ്രീകാന്ത് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിലെ വിജയായിരിക്കുന്നത് വിഘ്നേഷ് ആണ്. പക്ഷെ ഞാനാണെങ്കിൽ എന്റെ തന്നെ കൊടുക്കുള്ളായിരുന്നു. വിരാജല്ല യവന് വലിയ വിവരമൊന്നുമില്ല. ഞാൻ ഇപ്പൊ പറയുന്നത് ഞാൻ തോറ്റു. അപ്പൊ ഗൈസ് അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ മാസ്റ്റർ ഷെഫ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അതെ അതെ. ഇനി ഇതേപോലെ അടിപൊളി 3.0 വേറെ ആരെങ്കിലും നമ്മൾ വീണ്ടും മാസ്റ്റർ ഷെഫ് 3.0 വരുന്നത് അക്കൂസ് വിസസ് അഖിലേഷ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വ്യൂസ് ഒക്കെ കൂടണം. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ഹായ് ഗായ്സ്, ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ അതെ. ഇന്ന് നമ്മൾ മാസ്റ്റർ ഷെഫ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാസ്റ്റർ ഷെഫ് അല്ല, മാസ്റ്റർ ഷെഫ്. ചേച്ചി ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടി. ഏത് ചേച്ചിയുടെ? ഏത് ചേച്ചി? ചുട്ടുമണി ആയിട്ടില്ലേ? ഇവിടെ മാത്രം ഒരു നീ മാത്രം ചെയ്തത് കേട്ടോ. ചുട്ടുമണിയല്ല, ചുട്ടു വണ്ടിയായിട്ടുണ്ട്. അതല്ലടാ, നീയാണ് ചെയ്തത്. ഞാൻ തന്നെ ചെയ്തു. നീ ചെയ്യ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുതിയ ട്രിമ്മർ വാങ്ങിക്കണം. ആടി എടുത്തുള്ള ലുക്ക് എങ്ങനെയാണെന്ന് ആഗ്രഹം. ഞാൻ ഈ കോഴിയെ കണ്ട് അറപ്പിച്ച് നീ വെച്ചാൽ മതി. എന്തെങ്കിലും കുറേ അങ്ങോട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് വിഘ്നേഷ് വന്നിരിക്കുകയാണ്. വിഘ്നേഷ് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ബിരിയാണിയാണോ? അതെങ്ങനെ മനസ്സിലായി? ചിക്കന്റെ കാര്യം പറഞ്ഞു അവിടെ അങ്ങോട്ട് പോ. ആര് പറഞ്ഞു? ഞാനാ. ആര് പറഞ്ഞു? ഗൈസ് അപ്പോൾ നമ്മുടെ വിഘ്നേഷ് പ്രഷർ കുക്കറിൽ കുറച്ച് ലെയർ ആയിട്ട് ഇടുന്നു. അല്ലല്ല, ഞാൻ ജസ്റ്റ് കോരി മാറ്റി വെക്കുന്നതേ ഉള്ളൂ. പിന്നെ പാത്രം ആവശ്യമുണ്ട്. അല്ല, ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാനുള്ളത്. അത് വീട്ടിൽ വരുമ്പോ അങ്ങനെയല്ലേ വരുള്ളൂ. ഗൈസ്, അപ്പോൾ 2 മാസത്തെ വെക്കേഷന് ശേഷം നമ്മുടെ വിഘ്നേഷ് തിരികെ പോളണ്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഏതാനും നിമിഷങ്ങളും കൂടെ ഉള്ളൂ വിഘ്നേഷ് കേരളത്തിൽ നമ്മളെ കൂടി. അതിനുശേഷം അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ ജോലിയിലോട്ട് എങ്ങനെയാണ് പോണത്? ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാളെ രാത്രി ഫ്ലൈറ്റ് ബോംബെയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ട്. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ 2 മാസത്തെ ഇടവേള?
രണ്ടാഴ്ച പോലെ പോയടാ, 2 ആഴ്ച പോലെ പോയി. 2 ആഴ്ച പോലെ പോയി. ഈ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഞാൻ 2 മാസത്തിൽ കൂടുതലുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മുടെ സ്റ്റുഡിയോ ഇനോഗ്രേഷൻ അല്ലായിരുന്നു വന്നത്. ഫെബ്രുവരി 27-ാം തീയതിയാണോ വന്നത്? അത്രയും പെട്ടെന്ന് സമയം പോകുന്നു ഞാൻ വിചാരിച്ചില്ല. പിന്നെ നമ്മളോട് നിന്നാൽ നിങ്ങൾക്ക് സമയം പോണ അറിയില്ല. നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. ഇനോഗ്രേഷൻ ചെയ്തു, സ്റ്റുഡിയോ സെറ്റ് ചെയ്ത്. ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഇലക്ഷൻ ലൈവ് ഹിറ്റ് പോണതിന് മുമ്പ് അവന് ലക്ഷം അടിക്കാൻ പറ്റി. 1 ലക്ഷം 1 ലക്ഷമല്ല 2 ലക്ഷം കാണാൻ പറ്റി. അതിന്റെ ഒരു സന്തോഷം ഉണ്ട്. അതുമല്ല, ഒരുപാട് പേര് വിളിച്ചിട്ട് ഭയങ്കര ഇതായി പോയി എനിക്ക്. കാരണം നമ്മൾ ഇത്രയും സ്നേഹത്തോടെ ആൾക്കാർ അവരുടെ വിജയം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഞങ്ങളുടെ വിജയമാണെന്നാണ് പറയുന്നത്. അവർ അത്രയും കാര്യമായിട്ട് നമ്മളെ സപ്പോർട്ട് നമുക്ക് ഒരു അതൊരു ഓക്കെ നമ്മളൊരു ഇത് എത്തി എന്നുള്ളതിന് മുമ്പേ അവർക്കാണ് വേറെ അച്ചീവ്മെന്റ് ആയിട്ട് അവർ കാണുന്നത്. ശരിയാണ്. ഒരുപാട് അത്രയും സപ്പോർട്ട് ഇത്രയും വർഷമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല അവര്. നമ്മുടെ തന്നെ പരിമിത നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പരിമിത നിമിഷത്തിൽ എന്തെങ്കിലും നമ്മളെ അടുത്ത് പറയാനുണ്ടോ? എന്തെങ്കിലും ഉപദേശങ്ങൾ നല്ല രീതിയിൽ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടൊക്കെ പോവുക. പിന്നെ ഉള്ളത് നമ്മുടെ വീഡിയോസ് വരുമ്പോഴത്തേക്കും ഈ സാധനം സോർട്ട് ചെയ്തു പോഡ്കാസ്റ്റും ഒരു ചാനലിലെല്ലാം സോർട്ട് ചെയ്തിടാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. വ്ളോഗും ഇത് എല്ലാം കൂടെ മിക്സ് ആയി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഒരു വളർച്ചയില്ലാത്തതൊന്നും സംശയം. എല്ലാവരും മെസ്ഡപ്പായി കിടക്കുന്നു. അത് സോർട്ട് ചെയ്ത് ഓരോ ചാനലുകളാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് എനിക്ക് തോന്നി. ഉല്ലാസേ, വിഘ്നേഷ് ഏട്ടൻ പോണതിനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. എന്റെ എഡിറ്റിംഗ് വർക്കൊന്ന് കുറഞ്ഞു കിട്ടുമോ? ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാതെ പോയി രക്ഷപ്പെടണം. അതെന്തോ ഒരു കുത്തിയതാണല്ലോടാ. അവൻ റിയാലിറ്റി പറഞ്ഞു. നീയെങ്കിലും സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്യും. ഇനിയൊരു ഇനി അവന് പോകേണ്ടി പോകുന്ന സന്തോഷം. യാത്ര അയക്കാം. വണ്ടി വരാറായി ടൈമായി. ബൈ. അടുത്ത വരവിൽ കാണാം. ബസ് വന്നു. വണ്ടി ഒതുക്കി വെച്ചിട്ട് നടന്നിട്ട് വരാൻ പറ. നമുക്ക് ഇവിടെ നിന്ന് ചാച്ച പറയാം. പെട്ടെന്ന് വണ്ടി എടുത്തു. എന്ത് തോന്നുന്നു? നല്ല ബസ്. ശരി. ഇവിടെ വന്നിട്ടില്ലേ? പോട്ടെ, പോവാം. ഓക്കെ ഗൈസ്, അപ്പം പോവാം.